ഒരു തിന്മ നമ്മളിൽ പ്രവർത്തിക്കുകയും ആ തിന്മ നമ്മളിൽ ചേക്കേറി നമ്മളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മളിലുള്ള സകല ദൈവീക നന്മകളും നഷ്ടപ്പെട്ടു പോകും. യോഹന്നാൻ 10:10 പറയുന്ന പോലെ കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണെങ്കിൽ നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം, അത് ദൈവീകമായി നമ്മളിൽ നട്ടതെല്ലാം ശത്രു എടുത്തു മാറ്റും. സമാധാനം പോകും, സ്വസ്ഥത പോകും, ഉറക്കം പോകും, കോൺസെൻട്രേഷൻ പോകും, വൈകാരികമായി നിന്ന സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും, പ്രാർത്ഥനാ ജീവിതം പോകും, വിശ്വാസം ക്ഷയിക്കപ്പെടും. അങ്ങനെ ദൈവീകമായ സകല പുണ്യങ്ങളും നമ്മളിൽ നിന്നും പടിയിറങ്ങി പോകും. ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി പോകും, ചിലപ്പോൾ കാലാന്തരത്തിൽ ടോട്ടലി നമ്മൾ ലോസ്റ്റ് ആവും. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ആകുലതകൾ ദൈവത്തിൽ നിന്നല്ല. അതിനാണ് കർത്താവ് ആകുലപ്പെടരുതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ആകുലതയുടെ ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ശത്രു തന്ത്രപൂർവ്വം നിന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലുമൊക്കെ ആകുലതകൾ നിങ്ങളെ ഭരിക്കുന്നുണ്ട് എങ്കിൽ, ആകുലതകളാണ് നിങ്ങളുടെ മനസ്സിലും ചിന്തകളിലും നിൽക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവല്ല നിങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഇത്രയെങ്കിലും മനസ്സിലാക്കാനുള്ള സുബോധം നമുക്കുണ്ടാകും.